ഫാസ്റ്റ് ന്യൂസ് ആരംഭിക്കുന്നു. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ CMRL കമ്പനിക്ക് സേവനങ്ങൾ നൽകിയിട്ടില്ലെന്ന ശശിധരൻ കർത്തയുടെ മൊഴി പുറത്ത്. പിണറായി വിജയനുമായുള്ള വ്യക്തിപരമായ അടുപ്പം കാരണമാണ് തുക നൽകിയത് എന്ന് കർത്തയുടെ മൊഴിയിൽ പറയുന്നു. 2024 ഏപ്രിൽ 17 ED രേഖപ്പെടുത്തിയ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നത്. CMRL കേസിൽ ശശിധരൻ കർത്തയുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ പൂർണ്ണമായും തള്ളി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. വാർത്തകൾ മാധ്യമ സൃഷ്ടിയെന്നും കുറെ കാലമായി തന്റെ പുറകെ മാധ്യമങ്ങൾ നടക്കുകയല്ലേ എന്നും പിണറായി വിജയൻ വിമർശിച്ചു. PK ശ്രീമതിക്കെതിരെ വന്ന വ്യാജ വാർത്തയെ ചാരിയാണ് CMRL വാർത്തയെ പിണറായി വിജയൻ പ്രതിരോധിച്ചത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നതിനിടെ കോക്രോച്ച് ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും തമ്മിലുള്ള നിർണായക ചർച്ച 3:30 നടക്കും. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഇല്ലെങ്കിൽ ചർച്ചയ്ക്ക് അടിസ്ഥാനമില്ലെന്നും സമരം കൂടുതൽ ശക്തമാക്കുമെന്നും CJP. അതേസമയം ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് മാറ്റത്തിന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ജന്തർ മന്ദിറിൽ സുരക്ഷാ ക്രമീകരണങ്ങളും നിരീക്ഷണവും വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. യുവതലമുറ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകണമെന്ന് RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്. അവരുമായി കൂടുതൽ ആശയവിനിമയം നടത്തണം. മുൻകാലങ്ങളിലെ പോലെ രക്ഷിതാക്കൾ പറയുന്നത് മാത്രം അനുസരിക്കുന്ന കുട്ടികളല്ല ഇപ്പോഴുള്ളത്. അവരോട് ആജ്ഞയല്ല വേണ്ടത്, പകരം യുക്തിയോടെ കാര്യങ്ങൾ വിശദീകരിച്ച് നൽകണമെന്നും ഡൽഹിയിൽ മോഹൻ ഭാഗവത് പറഞ്ഞു. CJP സ്ഥാപകൻ അഭിജിത് ദീപ് K രംഗത്തെത്തി. ഇൻസ്റ്റഗ്രാമിൽ സജീവമാകാൻ മന്ത്രിമാരോട് പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടതിനെയാണ് CJP പരിഹസിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കുള്ള പ്രധാനമന്ത്രിയുടെ പരിഹാരം ഇതാണോ എന്നായിരുന്നു CJPയുടെ ചോദ്യം. എല്ലാ മന്ത്രിമാരും ഇൻസ്റ്റഗ്രാമിൽ സജീവമാകണം, ഇൻസ്റ്റഗ്രാമിൽ റീൽസ് ചെയ്യണം, ട്വിറ്ററിൽ മാത്രമായി ഒതുങ്ങരുത്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കണ്ടെത്തിയ പ്രശ്നപരിഹാരം എന്നാണ് അഭിജിത് ദീപ് Kയുടെ പരിഹാസം. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യം ന്യായമാണെന്ന് രാഹുൽ ഗാന്ധി. പരിക്കേറ്റ വിദ്യാർത്ഥികളോടൊപ്പമായിരുന്നു രാഹുൽ സംസാരിക്കാനെത്തിയത്. വകുപ്പ് മാറ്റമാകാമെന്ന കേന്ദ്ര സർക്കാർ നീക്കം അംഗീകരിക്കില്ല എന്നും രാഹുൽ പറഞ്ഞു. പുണ്യം പൂങ്കാവനം പദ്ധതിയിൽ ADGP P വിജയന് ക്ലീൻ ചിറ്റ് നൽകി സർക്കാർ. ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന മുൻ ADGP MR അജിത് കുമാർ നൽകിയ റിപ്പോർട്ട് സർക്കാർ തള്ളി. നിർത്തിവച്ചിരുന്ന പുണ്യം പൂങ്കാവനം പദ്ധതി തുടരാമെന്ന് ആഭ്യന്തര സെക്രട്ടറി ഉത്തരവിറക്കി. ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്ത സർക്കാർ നടപടിക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാധാരണ നില വിട്ടുള്ള ചില നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാണുന്നുണ്ട്. സർക്കാർ സ്വീകരിച്ച നടപടിയിൽ ചില പ്രശ്നങ്ങൾ കാണുന്നുണ്ട് എന്നും ഇപ്പോൾ ഇതേക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. PK ശ്രീമതിക്കെതിരായ വ്യാജ ആരോപണം മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇടപെട്ടുവെന്നും ഉടനടി നടപടി സ്വീകരിച്ചതിൽ സന്തോഷമെന്നും PK ശ്രീമതി. വ്യാജ വാർത്തയിൽ മാനനഷ്ട കേസ് കൊടുക്കും, കടുകിട പിന്നോട്ടില്ല. വസ്തുക്കളുമായി കുലബന്ധമില്ലാത്ത പ്രചരണങ്ങൾ മുമ്പും ഉണ്ടായിട്ടുണ്ട് എന്നും PK ശ്രീമതി പ്രതികരിച്ചു. സംഭവത്തിൽ ആലക്കോട് സൈബർ പോലീസ് മൊഴി രേഖപ്പെടുത്തി. ശബരിമല തന്ത്രിയായി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തൻ ശബരിമല തന്ത്രിയാവും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗമാണ് തീരുമാനമെടുത്തത്. ചിങ്ങം 1 ചുമതലയേൽക്കും. ബോർഡ് ഈ തീരുമാനം ഹൈക്കോടതിയെ അറിയിക്കും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചു. കൊൽക്കത്തയിൽ നിന്നും വിമാനമാർഗം രാവിലെ കൊച്ചിയിലെത്തിച്ച മൃതദേഹം 10:30യോടെയാണ് പാമ്പാടി പത്താഴക്കുഴി കൊച്ചുമറ്റത്തെ വീട്ടിലെത്തിച്ചത്. ബന്ധുക്കളും സുഹൃത്തുക്കളും നാട്ടുകാരുമടക്കം 100 കണക്കിന് ആളുകൾ വീട്ടിൽ അന്തിമോപചാരം അർപ്പിച്ചു. സംസ്കാരം അല്പസമയത്തിനകം വീട്ടുവളപ്പിൽ നടക്കും. ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.